ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ മേഡത്തിന് കൃഷ്ണയുടെ അതേ രൂപത്തിലുള്ളൊരു മോളുണ്ട്. യഥാർത്ഥത്തിൽ ആ കുട്ടിയെയാണ് കളരിക്കിലേക്ക് വിവാഹം ചെയ്ത് അയക്കേണ്ടിയിരുന്നത്. ഇത്രയൊക്കെ അമ്മ കേട്ടു. ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? അമ്മേ, എന്നെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പോ? പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അമ്മ അതെങ്ങനെ സഹിക്കും? എന്താ നടന്നേ? കളരിക്കൽ തറവാട്ടില് നീ എങ്ങനെ എത്തിയത്? എന്തിന്റെ പേരില് ഇത്രയൊക്കെ സഹിച്ച് അവിടെ തന്നെ നിൽക്കണമെന്ന് നീ പറയുന്നത്? അത് തങ്കം. ദേ, ഗോപാലിനോടല്ല, ഞാൻ എന്റെ മോളോടാ ചോദിച്ചത്. നിന്നോട് ഞാൻ ചോദിച്ച കേട്ടില്ലേ? എനിക്ക് സത്യങ്ങളല്ല അറിഞ്ഞേ പറ്റൂ. വാ എന്റെ കൂടെ. അമ്മേ, അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. വരാനാ നിന്നോട് പറഞ്ഞത്. തങ്കം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മിണ്ടി പോവരുത്. അമ്മേ, വാടി ഇവിടെ. അമ്മേ, അമ്മ, ഞാൻ പറയുന്നത് കേക്കമ്മേ. അമ്മേ, വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വാ. അമ്മേ, ഞാൻ വാടി. വാടി ഇങ്ങോട്ട്. അമ്മേ, നടക്കമ്മേ. അമ്മേ, തങ്കം നിക്ക്, ഞാൻ പറയട്ടെ. നിന്റെ വിവാഹമാണെന്ന് പറഞ്ഞ ദിവസം മുതല് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെയോ എന്നോട് മറച്ചു വെക്കാൻ എല്ലാ നിമിഷവും നിങ്ങൾ തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. അമ്മേ, അത് വേണ്ട. കുഞ്ഞുനാള് മുതൽ നീ തിരിവെച്ച് പ്രാർത്ഥിക്കുന്ന നാഗദേവതകളുടെ മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇവിടെ നീ കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. അഥവാ ഇനിയും കള്ളം പറയാൻ നീ ശ്രമിച്ച അതിന്റെ അർത്ഥം എന്നെ നിനക്ക് വേണ്ടെന്നാ. എന്താ തങ്കേച്ചി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ ജീവൻ തിരിച്ചു പിടിച്ചതാരാ? എന്റെ ജീവന് വേണ്ടി സ്വയം ബലി കൊടുക്കാൻ തീരുമാനിച്ചതാരാ? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ദേ, സത്യം നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഈ ചിത്രകൂടത്തിൽ തലയടിച്ച് നിന്റെ മുന്നിൽ കിടന്ന് ഞാൻ മരിക്കും. അമ്മേ, പറയില്ലല്ലേ? നിന്റെ ജീവന് വലിയ ആപത്തുണ്ടാക്കി വെച്ചിട്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു ജീവന്റെ ആവശ്യമില്ല. അയ്യോ, അമ്മേ, അമ്മേ, വിട്. എന്നെ വിടാൻ. അമ്മേ, വിട് കൃഷ്ണ. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. ഇനി ഒന്നും അമ്മയോട് മറച്ചു വെക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാം ഞാൻ പറയാം. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമായിരുന്നെങ്കിൽ എല്ലാം അവസാനിക്കുമായിരുന്നു. ഇതൊരു പക്ഷെ ദൈവം തീരുമാനിച്ച സമയമായിരിക്കും. അമ്മയോട് കള്ളം പറഞ്ഞ് ഞാൻ മടുത്തു. ഓരോ നിമിഷം അമ്മയോട് കള്ളം പറയുമ്പോഴും ഉള്ളില് കുത്തുന്ന വേദനയാ. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറായിരുന്നു അമ്മ. പണം കൊടുത്തവർക്ക് വേണ്ടത് എന്നെ തന്നെയായിരുന്നു. അത് സുനന്ദേച്ചി പണിക്ക് നിൽക്കുന്ന വീട്ടിലെ മേഡമാണ് അമ്മയുടെ ഓപ്പറേഷനുള്ള പൈസ തന്നത്. അവര് എന്നോട് പറഞ്ഞ കരാർ അനുസരിച്ചാ നവീനുമായുള്ള വിവാഹത്തിന് വേണ്ടി എനിക്ക് തല നീട്ടേണ്ടി വന്നത്. അല്ലാതെ നവീൻ എന്റെ ആരുമല്ല. തങ്കം,
ആ മേഡത്തിന് കൃഷ്ണയുടെ അതേ രൂപത്തിലുള്ളൊരു മോളുണ്ട്. യഥാർത്ഥത്തിൽ ആ കുട്ടിയെയാണ് കളരിക്കിലേക്ക് വിവാഹം ചെയ്ത് അയക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ ജാതകപരമായ എന്തോ ദോഷം മറികടക്കാൻ വേണ്ടി കൃഷ്ണയുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് അവർ നിർബന്ധം പിടിച്ചു. വേറൊരു പെൺകുട്ടിയും അത് സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഇവള് സമ്മതിച്ചു. കാരണം തങ്കേച്ചിയുടെ ജീവൻ അവൾക്ക് അത്രയും വിലപ്പെട്ടതായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാല് എനിക്ക് പിന്നെ ആരാ ഉള്ളത്? നാട് മുഴുവൻ അലഞ്ഞ് കൈ നീട്ടിയിട്ടും ആരും നമ്മളെ സഹായിച്ചില്ല. അപ്പൊ മുന്നിൽ വന്ന മാർഗം ദൈവം കാണിച്ചു തന്നാണെന്ന് കരുതി ഞാനും സ്വീകരിച്ചു. അല്ലാതെ അമ്മയെ ചതിക്കണമെന്നോ അമ്മയെ പറ്റിക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. എനിക്കെന്റെ അമ്മയാ വലുത്. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ അമ്മ മാത്രമാണ്. താലികെട്ട് കഴിഞ്ഞ ആ നിമിഷം കൃഷ്ണയ്ക്ക് അവിടുന്ന് പോരാന്നാ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനിടയിൽ എന്തോ ഒരു ദോഷം കണ്ടപ്പോ എന്റെ മോളെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു അല്ലേ ഗോപാല? ഏയ് അല്ല. എങ്ങനെ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റിയേ? കൂടെ കൂടെ നിങ്ങൾ പറയുമല്ലോ അവള് മകളുടെ സ്ഥാനത്താണെന്ന്. എന്റെ ജീവിതത്തിന് എന്ത് വിലയാ? അതങ്ങ് പോയ പോട്ടെന്ന് കരുതാറുന്നില്ലേ? ഇനി എന്റെ മോളെ ഞാൻ എന്ത് ചെയ്യും? ഇനി അവൾക്കൊരു ഭാവിയുണ്ടോ? ഏതോ തറവാട്ടിലെ ശാപം ഇരന്ന് വാങ്ങിയതുപോലെ ഇവരുടെ പിറകെ കൂടിയിരിക്കല്ലേ? എപ്പോഴാ അതിന്റെ മോളെ തീർത്ത് കളയുന്നേ? അതുകൂടി പറ നിങ്ങൾ രണ്ടുപേരും. അമ്മേ, എനിക്ക് വ്രതം പൂർത്തിയാക്കണം. അത് ഞാൻ കൊടുത്ത വാക്ക. അതിനു മുമ്പ് നിന്നെ ഈ ചുമതല ഏൽപ്പിച്ച ഒരുത്തിയുണ്ടല്ലോ, അവളെ എനിക്കൊന്ന് കാണണം.